നമുക്കപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: 1, 1.5, 2, 2.5 എന്നിങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. അല്ലേ? ഇതിന്റെ ചോദ്യം നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ചോദ്യം? 1, 1.5, 2, 2.5 എന്നിങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. ബീജഗണിത രൂപം എങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ടായത്? xn സമം an കൂട്ടണം b. അല്ലേ? a എന്താണ്? a സമം പൊതുവ്യത്യാസം, ബിയോ ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചിട്ടാകുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് ബി. അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? xn സമം ആദ്യം എന്ത് വേണം? ആദ്യ പദം കാണണം. അല്ലേ? ആദ്യ പദം എഫ് എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എഫ് എത്രയാണ് ഇവിടെ? 1. ഇനി ഡി നോക്കണം. ഡി സമം രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചാൽ മതി. 1.5 കുറക്കണം 1. 1.5 1 കുറച്ചാൽ എത്രയാണ് ഉത്തരം? അരയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആദ്യ പദവും കിട്ടി, പൊതുവ്യത്യാസവും കിട്ടി. അല്ലെ? ഇനി എന്ത് വേണം? ഇതിലേക്ക് കൊടുത്താൽ മതി. അല്ലെ? xn സമം an കൂട്ടണം b. അല്ലെ? a എത്രയാണ്? അര. അര n കൂട്ടണം ബിയോ. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ പദത്തിൽ നിന്ന് അര. അല്ലെ? ഡി കുറക്കണം. അപ്പൊ എത്രയാണ് ഉത്തരം? 1.5 കുറച്ചാൽ ഉത്തരം അരയാണ്. അപ്പൊ അതും അര തന്നെ. അപ്പൊ എന്താ? അര n കൂട്ടണം അര. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ രണ്ടിലും അരയുണ്ട്. അപ്പൊ ആ അരേനെ പുറത്തെടുത്താൽ എന്ത് വരും? ഇവിടെ ഒരു എന്നും ഇവിടെ ഒരു ഒന്നും വരും. അര ഗുണിക്കണം n+1, അല്ലെങ്കിൽ അര n കൂട്ടണം അര, അല്ലെങ്കിൽ 1/2 n കൂട്ടണം 1/2. അതിന്റെ അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു. ആറാമത്തെ ചോദ്യം: 1/6, 1/3, 1/2 എന്നിങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണണം. ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെ. അല്ലേ? xn സമം an കൂട്ടണം b. അല്ലേ? a സമം എന്താണ്? d. b സമം ആദ്യ പദം കുറക്കണം d. അല്ലേ? ഇവിടെ നമുക്ക് എന്ത് വേണം? d കണ്ടുപിടിക്കണം. ആദ്യ പദം എത്രയായിരിക്കും? 1/6. അല്ലേ? ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് വേണം? ഇനി d കണ്ടുപിടിക്കണം. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറക്കുക. രണ്ടാം പദം എന്ന് പറയുന്നത് 1/3. അല്ലേ? അതിൽ നിന്നും 1/6 കുറക്കണം. അവിടെ ശ്രദ്ധിക്കുക, ഇതിന്റെ രണ്ടിന്റെ ഛേദം വ്യത്യാസമാണ്. അല്ലെ? ഒന്ന് 3ഉം രണ്ടാമത്തെ എന്താണ്? 6ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനത് ഇപ്പുറത്ത് ഗുണിച്ച് കാണിക്കാം. 1/3 കുറക്കണം 1/6. അല്ലെ? അപ്പൊ നമുക്ക് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഗുണിക്കണം. അതായത് ഇതിന്റെ അംശം രണ്ടാമത്തേതിന്റെ ഛേദം തമ്മിൽ ഗുണിച്ചിട്ട് ഇതിന്റെ അംശത്തിൽ എഴുതണം. അതുപോലെ തന്നെ ആദ്യത്തേതിന്റെ ഛേദവും രണ്ടാമത്തേതിന്റെ അംശം ഗുണിച്ച് രണ്ടാമത്തേതിന്റെ അംശത്തിൽ എഴുതണം. അപ്പൊ എന്ത് വേണം? 1 ഗുണിക്കണം 6 കുറക്കണം 1 ഗുണിക്കണം 3. അതിന്റെ ഛേദത്തിൽ എന്ത് വേണം? രണ്ട് ഛേദവും തമ്മിൽ ഗുണിച്ചെഴുതാം. 3 ഗുണിക്കണം 6. 1 ഗുണിക്കണം 6 6 കുറക്കണം 1 ഗുണിക്കണം 3 3. 3 ഗുണിക്കണം 6 18 ആണ് ഉത്തരം. അപ്പൊ ഉത്തരം എത്ര വരും? 6 കുറക്കണം 3 എന്ന് പറഞ്ഞാൽ 3. 3/18. എത്രയാണ് ഉത്തരം വരുന്നത്? 3/18 എന്ന് വരും. മൂന്ന് 3/18 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 3ൽ ഒരു പ്രാവശ്യം. 18ൽ എത്ര 3 ഉണ്ട്? 6 പ്രാവശ്യം. അപ്പൊ ഉത്തരം എത്രയാണ്? 1/6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പൊതുവ്യത്യാസം 1/6 എന്ന് കിട്ടി. അല്ല എത്രയാണ്? 1/6. ഇനി നമുക്കത് എഴുതാലോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പൊതുവ്യത്യാസം ഇവിടുന്ന് ബി കണ്ടുപിടിക്കാം. അല്ലെ? പൊതുവ്യത്യാസം വെച്ചിട്ട് ബി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 1/6 കുറക്കണം 1/6. അല്ലെ? രണ്ടും 1/6 തന്നെയാണ്. അപ്പൊ ഉത്തരത്തിലേക്ക് 0. അപ്പൊ നമുക്ക് ബി എന്ത് കിട്ടി? ബി കിട്ടിയത് 0 എന്നായിരുന്നു. അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? xn സമം അല്ലെ an കൂട്ടണം b. an എന്ന് പറഞ്ഞാൽ എന്താണ്? a എന്ന് പറയുന്നത് d ആണ്. 1/6 n കൂട്ടണം 0. ഉത്തരം 1/6 n. അല്ലെ? ഇതാണ് 1/6 n, അല്ലെങ്കിൽ n/6 എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും ബൈ.